നരേന്ദ്ര ദാബോൽക്കർ വധക്കേസിൽ 2 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 3 പേരെ പുണെയിലെ പ്രത്യേക UAPA കോടതി വെറുതെ വിട്ടു. 2013-ലാണ് സാമൂഹിക പ്രവർത്തകൻ നരേന്ദ്ര ദാബോൽക്കറെ ബൈക്കിലെത്തിയ 2 പേർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറെ വിവാദമായ കോളിളക്കമുണ്ടാക്കിയ ഒരു കൊലപാതകമായിരുന്നു നരേന്ദ്ര ദബോൽക്കറുടേത്. സാമൂഹ്യ പ്രവർത്തകനായിരുന്നു നരേന്ദ്ര ദബോൽക്കർ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു പ്രസ്ഥാനം തുടങ്ങി പോരാട്ടം നടത്തുന്നതിനിടെയാണ് 2 പേർ അദ്ദേഹത്തെ 2013 ഓഗസ്റ്റ് മാസം അദ്ദേഹം പ്രഭാത നടത്തുന്നതിനിടെ അദ്ദേഹത്തെ ബൈക്കിലെത്തി വെടിവെക്കുന്നത്. ഇതിൽ 5 പ്രതികളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ ബൈക്കിലെത്തി വെടിവെച്ച 2 പേരെയാണ് ഇപ്പോൾ പൂനെയിലെ പ്രത്യേക കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവരെ ജീവപര്യന്ത തടവ് ശിക്ഷിച്ചിരിക്കുന്നു. 5 ലക്ഷം രൂപ പിഴ കൊടുക്കാനും പറഞ്ഞിരിക്കുന്നു. സച്ചിൻ അന്തൂരെ, ശരത് കലക്കർ എന്നിവരാണ് ഈ 2 പേർ. അതേസമയം കേസിൽ അറസ്റ്റിലായ മറ്റു 3 പ്രതികൾ, അത് വീരേന്ദ്ര സിംഗ് താവ്ഡെ, വിക്രം ഭാവെ, സഞ്ജീവ് പുനലേക്കർ. ഈ സഞ്ജീവ് പുനലേക്കർ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റം ചുമത്തപ്പെട്ട അഭിഭാഷകരാണ്. പക്ഷേ മറ്റു 2 പേർ, അവർ സനാതൻ സംസ്ഥാൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ കൊലപാതകം ഗൂഢാലോചന നടത്തി എന്ന് ആരോപിക്കപ്പെട്ട 2 പ്രതികളാണ്. പക്ഷേ ഇവർക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ 2 പേരെയും വെറുതെ വിട്ടിരിക്കുന്നത്. 2014-ലാണ് CBI പോലീസിൽ നിന്ന് ഈ കേസ് ഏറ്റെടുക്കുന്നത്. പിന്നീട് 2021-ൽ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.